ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറേ ആയില്ലേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു മിനിയേച്ചർ കിച്ചൺ മേക്കിംഗ് ആണ്. മോൾ കുറേ കാലമായി കിച്ചൺ വേണമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഞാനിത് ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് 1200 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വരുന്നത്. നോക്കുമ്പോൾ വളരെ ചെറുതാണ്. 1200 രൂപയുടെ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 1/2 മീറ്ററിൻ്റെ താഴെയാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിക്കൂടാന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഞാൻ വീട്ടിലുള്ള കാർട്ടൺ ബോക്സൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ മൂപ്പര് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാർട്ടൺ ബോക്സാണ്. ഇതിൻ്റെ ആ പുറത്തുള്ള ആ റാപ്പിങ്ങൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനായി അതിൻ്റെ അടക്കണ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള ഇതുപോലെ വരുന്ന ആ ഭാഗം കൂടി ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 2 പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയൊരു പാർട്ടിൽ ഇത് മൊത്തത്തിൽ കാണിച്ചു പോകാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ വലിയൊരു ബോക്സിന് കുറച്ച് സപ്പോർട്ടായിട്ട് വേറൊരു ബോക്സ് കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കാം. ഇതുപോലൊരു ബോക്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നോക്കുമ്പോൾ കറക്റ്റ് ഹൈറ്റ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കറക്റ്റ് ഹൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 പീസ് കാർഡ്ബോർഡ് കൂടി ഒന്നിൻ്റെ മുകളിൽ ഒന്നായി ഒട്ടിച്ച് ഇതിൻ്റെ ആ ഗ്യാപ്പിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 കാർട്ടൺ ബോക്സൊക്കെ ഇതുപോലെ വെച്ച് കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള കാർട്ടൺ ബോക്സിൻ്റെ വലിപ്പവും നീളവും അതുപോലെ സൈസും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ സാധാരണ ഫെവിക്കോളിൽ വെച്ച് ഒട്ടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഞാൻ ആദ്യത്തിൽ ഇതിൽ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് അവസാനം അത് ഫെയിലായിട്ടുണ്ടായിരുന്നു. ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് അത്ര നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിക്കായിരുന്നില്ല. ആദ്യം ഉപയോഗിച്ചിരുന്ന സ്റ്റിക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്റ്റിക്കായിരുന്നു. രണ്ടാമത് പുതിയ പാക്കറ്റാണ് ഉപയോഗിച്ചിരുന്നത്. അത് തീരെ ഒട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷമുള്ളതൊക്കെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായി ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഓരോ ബോക്സ് കൂടി ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെയുള്ള 2 ഒരേ ഹൈറ്റിൽ വരുന്ന 2 ബോക്സാണ് ഞാൻ സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരുപോലെ ഹൈറ്റുള്ളത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് 2 ബോക്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഹൈറ്റിലേക്ക് മറ്റേത് ഇതിൻ്റെ മുകളിൽ വേറെ കാർഡ്ബോർഡ് ബോക്സ് ഒട്ടിച്ചിട്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ 2 അടപ്പും കട്ട് ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ 2 ഡോറാക്കി വെക്കാമെന്നാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ മുകളിൽ 2 അടപ്പും കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. മറ്റേ ബോക്സിൻ്റെ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ അത് അടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഉള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ടാണ്. നമുക്ക് 2 സൈഡിലുമായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഞാനത് പശ വെച്ച് ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇതുപോലെ 2 നീളത്തിൽ വരുന്ന 2 കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്യുമ്പോൾ കിട്ടിയ 2 ബോക്സാണ്. നിങ്ങളുടെ കയ്യിൽ 1-2 ബോക്സ് ഇതുപോലെ ഷൂ ബോക്സ് ഒക്കെ ഉണ്ടാവില്ല, അത് 1-2 എണ്ണമൊക്കെ നല്ല നീളത്തിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ആദ്യം ആ വലിയ ബോക്സിൽ നിന്നും കട്ട് ചെയ്തെടുത്തിരുന്ന ആ 2 ഡോറാണ് ഇത്. അത് ഞാൻ ഇതുപോലെ ഉള്ളിൽ പശ വെച്ച് ഒടിച്ച് പുറത്ത് മാസ്കിംഗ് ടേപ്പ് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ 2 ചെറിയ കാർട്ടൺസ് ഷെൽഫ് ആയിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപോലെ അതിൽ ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് വരുന്നത് ഞാൻ ഇതുപോലെ തന്നെ 2 കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഒന്ന് വരഞ്ഞെടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് വാൾപേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷെൽഫ് വരുന്ന സ്ഥലത്ത് നമുക്ക് വാൾപേപ്പർ ഒട്ടിക്കണ്ടല്ലോ, അപ്പോൾ അതിനായിട്ട് ആ ഭാഗം ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കവിടെ കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ അങ്ങനെ അത് അളന്നെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെയുള്ള വാൾപേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ ടേബിളും ഇതുപോലത്തെ വാൾപേപ്പറാണ്. ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് ഒട്ടിച്ച വാൾപേപ്പറാണ് ആ ഒരു ടേബിളിലുള്ളത്. അത് കാരണം തന്നെ നല്ല ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാം, ഒരു കേടും ഇങ്ങനത്തെ വാൾപേപ്പറിന് അങ്ങനെ വരില്ല. ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കർ അങ്ങ് കീറിയിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ വരച്ച് വെച്ച ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വാൾപേപ്പർ മുറിച്ചെടുക്കാം. ഇതിലുള്ള പണി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അളന്ന് മുറിക്കേണ്ട
കുറച്ച് പണികളുണ്ട്. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. കണ്ടോ, നമ്മൾ ആ 2 ഷെൽവും അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ വാൾപേപ്പർ കൂടി നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൻ്റെ ഹൈറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് കാർഡ്ബോർഡ് ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹൈറ്റും ഒരു ഇതൊക്കെ കറക്റ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ മുകളിലുള്ള ഒരു ക്യാബിനറ്റിന് ഒരു സപ്പോർട്ടിങ് ആയിട്ട് നമുക്ക് കുറച്ച് ഷെൽഫ്സ് കൂടി താഴത്ത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള ചെറിയ ബോക്സുകൾ ഉപയോഗിച്ചിട്ട് താഴെ ഒരു 2-3 ഷെൽഫ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇതുപോലത്തെ ചെറിയ ബോക്സസ് ഒന്നിന് മുകളിൽ ഒന്നായി ഒട്ടിച്ച് എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഒന്നിന് മുകളിൽ ഒന്നായി ഒട്ടിച്ചെടുത്ത് അതിന് മുകളിൽ നമുക്ക് വാൾപേപ്പർ കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ മുകളിലുള്ള ആ ഒരു ക്യാബിനറ്റിന് കുറച്ച് അടിയിലൊരു സപ്പോർട്ടും കിട്ടും, താഴെ കുറച്ച് ഷെൽഫ്സും ആയി കിട്ടും. ഇതുപോലെ നന്നായി ഒട്ടിച്ച് വാൾപേപ്പറും ചുറ്റി എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഹൈറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു എക്സ്ട്രാ കാർഡ്ബോർഡ് പീസ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇതിന് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു മുകളിലത്തെ ക്യാബിനറ്റ്. നമുക്ക് അത്യാവശ്യം വെയിറ്റൊക്കെ അതിൽ വെക്കാം. നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാബിനറ്റ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് എടുക്കാം. ഇനി നമുക്ക് ആ മുകളിലിട്ട് ആ ഷെൽഫും ആ ക്യാബിനറ്റും നമുക്ക് ഇതിൽ മുകളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒട്ടിക്കിട്ടാനായിട്ട് ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ പശ ഒന്ന് ഒട്ടിക്കിട്ടാൻ. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു സിങ്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ഐസ്ക്രീം ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഐസ്ക്രീം ബോക്സിൻ്റെ അടിഭാഗത്തെ ആ ഒരു അളവ് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലോട്ട് നമുക്ക് സ്കെച്ച് ചെയ്ത് എടുക്കാം. നമുക്കതൊന്ന് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഓവറായിട്ട് പ്രഷർ കൊടുക്കരുത്. നമ്മുടെ ബോക്സ് സാധാരണ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. ഓവറായിട്ട് പ്രഷർ കൊടുക്കാതെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ബോക്സ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ളൊരു ടാപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മരുന്ന് കുപ്പിയിൽ നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ആ മുകളിലത്തെ ആ ലിഡ് ഉണ്ടാവുമല്ലോ, അത് വെച്ച് കൊടുത്തിട്ട് ആ ഭാഗത്ത് അത് ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. നമുക്കിനി ഇതിലോട്ടുള്ള ഷെൽഫ്സും ഒക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഈ കാണുന്ന ഭാഗത്തു കൂടിയൊക്കെ കുറച്ച് ചെറിയ ചെറിയ ബോക്സസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ചെറിയ ചെറിയ ബോക്സുകൾ വെച്ചിട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഇതുപോലുള്ള ബോക്സുകൾ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ അടുത്തൊരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.